ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഭാഗമാണ്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലിസം എങ്ങനെയാണ്, ആശയവിനിമയം നടത്തുന്ന സമയത്ത്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്തെല്ലാം സ്കിൽസാണ് അല്ലെങ്കിൽ എന്തെല്ലാം കോമ്പീറ്റൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ, ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, ആശയവിനിമയം നടത്തേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ദർ ആർ 4 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൻഡേഴ്സ് ആൻഡ് റിസീവേഴ്സ്. സെൻഡേഴ്സിൻ്റെയും റിസീവേഴ്സിൻ്റെയും ഇടയിൽ 4 തരത്തിലുള്ള ആശയവിനിമയമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തേത് റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷനാണ്. ലിഖിത രൂപത്തിലുള്ള, എഴുത്ത് രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. രണ്ടാമത്തേത് സ്പീക്കിംഗ് ആണ്, പറയുന്ന ഓറലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. തേർഡ് വൺ ലിസണിംഗ് ആണ്, ലിസണിംഗ് കമ്മ്യൂണിക്കേഷനാണ് തേർഡ് വൺ. ഫോർത്ത് വൺ കണ്ടക്റ്റിംഗ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസാണ്. ഈ 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സണുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ്. സോ ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ നമ്മളൊരു പ്രൊഫഷണലിസം കൊണ്ടുവരേണ്ടതുണ്ട്. സോ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് എന്ത് ചെയ്യും, ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്, വ്യത്യസ്തമായിട്ടുള്ള പാർട്ടീസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, അതിലൊരു പ്രൊഫഷണലിസം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് സെർട്ടൻ സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഏറ്റവും എഫക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ആ കമ്മ്യൂണിക്കേഷനെ മാറ്റേണ്ടതുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യം നമ്മൾ റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. എനി ഇൻറ്ററാക്ഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ഈസ് കൺസിഡേർഡ് ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, വാക്കുകളിലൂടെ പറയുന്ന വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ, ഇൻറ്ററാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. എഫക്റ്റീവായിട്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സെർട്ടൻ സ്കിൽസ് ആർ നീഡഡ്. ചില സ്കില്ലുകൾ ആവശ്യമാണ്. ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, സെർട്ടൻ ഫാക്ടേഴ്സ് ആർ നീഡഡ്, സെർട്ടൻ സ്കിൽസ് ആർ നീഡഡ് അല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ആവശ്യമാണ്. ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് വൈഡ് റീഡിംഗ് എന്നുള്ളത്. വിശാലമായിട്ടുള്ള ഒരു വായന. വൈഡ് റീഡിംഗ് ഇംപ്രൂവ് വെക്കാബുലറി ആൻഡ് എക്സ്പ്രസ് ഐഡിയ മോർ ക്ലിയർലി. ശ്രദ്ധിക്കേണ്ട കാര്യം, വെർബൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ വേർഡ്സ് വാക്കുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആളുകളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണെങ്കിൽ ബൈ വേർഡ്സ്, വാക്കുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്, പരസ്പരമുള്ള ആശയവിനിമയം നടത്തുന്നത്. സോ വാക്കുകളുടെ ഒരു ശ്രേണി, ഒരു പദശ്രേണി, ഒരു പദക്കൂട്ടം എന്താണ് നമുക്ക് ആവശ്യമാണ്. ഇംഗ്ലീഷിൽ അതിനെ വെക്കാബുലറി എന്ന് പറയും. നല്ല വെക്കാബുലറി ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളുടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ ഇമ്പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. സോ പദക്കൂട്ടം അല്ലെങ്കിൽ ഒരു പദശ്രേണി വേണം. വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളുടെ ഒരു കൂട്ടം അയാൾക്ക് സ്വന്തമായിരിക്കണം വെക്കാബുലറി, നല്ല വെക്കാബുലറി ഉള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, അയാൾക്ക് എളുപ്പത്തിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. അതുപോലെ തന്നെ ഒരു ആശയത്തെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. സോ വിശാലമായ വായനയുള്ള, വിശാലമായ അറിവുള്ള ഒരാൾക്ക് എന്തുണ്ടാവുള്ളൂ, വെക്കാബുലറി ഉണ്ടാവുകയുള്ളൂ. സോ വെക്കാബുലറി ഉള്ള ആൾക്ക് എന്ത് ചെയ്യുക, ഒരു കാര്യത്തെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, മറ്റൊരാളിലേക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ വിൽ ഇംപ്രൂവ് വിത്ത് ആഡിക്വേറ്റ് പ്രിപ്പറേഷൻ. മതിയായ തയ്യാറെടുപ്പ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, വെർബൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മതിയായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്.
തേർഡ് വൺ, ലിസൺ കെയർഫുള്ളി. എന്താണ് നമ്മളോട് ഒരാൾ പറയുന്നത് എന്ന് കൃത്യമായിട്ട് കേൾക്കണം. കൃത്യമായി പേഷ്യൻസോട് കൂടിയിട്ട് ക്ഷമയോട് കൂടി കേൾക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വെർബൽ കമ്മ്യൂണിക്കേഷനെ ഏറ്റവും എഫക്റ്റീവ് ആക്കുവാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ എന്ത് ചെയ്യുന്നു, നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി നമ്മൾ ലിസൺ ചെയ്താൽ മാത്രമേ, കൃത്യമായി അതിനെ ശ്രവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ്. For clear, accurate and thoughtful communication, one should make sure that his word, tone, gestures, facial expression, etc. നമ്മുടെ ബോഡി ലാംഗ്വേജും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ബോഡി എക്സ്പ്രഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സ്വരം അതായത് ടോൺ, ഏത് ശബ്ദ രീതിയിലാണ്, അതുപോലെ ഗെസ്റ്റേഴ്സ്, നമ്മൾ എന്തെല്ലാം ആംഗ്യഭാഷയിലാണ്, അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, ഇതൊക്കെ തന്നെ എന്താണ്, ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് കരുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. നമ്മൾ പറയുന്ന ഒരു കാര്യം ശ്രവിക്കുന്ന ഒരു വ്യക്തി, അതായത് ലിസണർ, ആ ലിസണറുടെ ഭാഗത്തു നിന്നും, ലിസണറുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ലിസണറുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കതിനനുസരിച്ച് കൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കുക. മുഖത്ത് നോക്കിയിട്ട് ഐ ടു ഐ കോൺടാക്റ്റോട് കൂടിയിട്ട് സംസാരിക്കുക. മുഖത്ത് നോക്കിയിട്ട് കണ്ണോട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. കോൺഫിഡൻസോട് കൂടിയിട്ട്, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സംസാരിക്കുക. അതെന്താണ്, വെർബൽ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കും അല്ലേ. നേരിട്ട് മുഖത്ത് നോക്കിയിട്ട്, അല്ലാതെ മുഖം താഴ്ത്തിയിട്ടല്ല, മുഖത്തോട് മുഖം നോക്കിയിട്ട് സംസാരിക്കുക. സോ എന്ത് ചെയ്യും, അത് വളരെ നല്ലതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്നതിന്. അതുപോലെ ഡെവലപ്പ് സ്കില്ല്, മൈൻഡ് മാപ്പിംഗ്, വർക്ക്ഷോപ്പ് എക്സെട്ര ഹെൽപ്പ് ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആശയവിനിമയ കഴിവിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈൻഡ് മാപ്പിംഗ്, വർക്ക്ഷോപ്പ് മുതലായ പ്രോഗ്രാമുകളുണ്ട്. സോ ഇതെന്ത് ചെയ്യും, സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, കാരണം ഇത്തരത്തിലൂടെ എന്ത് ചെയ്യുക, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാവുന്നു. ദെൻ വി ആർ മൂവിങ് ടു ദി പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ, തൊഴിൽപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യുവാൻ, അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രസൻറ്റേഴ്സ് നോട്ട് ഓൺലി നീഡ് ടു ഹാവ് നോളജ് ഓൺ ദി ടോപ്പിക് ബട്ട് ഓൾസോ ഹാവ് എ സ്ട്രോങ് കമാൻഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് എബിലിറ്റി ബ്രീഫ്ലി ഓർഗനൈസ് ആൻഡ് എക്സ്പ്രസ് ദെയർ തോട്ട്സ്. പ്രസൻറ്റേഴ്സ്, ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, ടോപ്പിക്കിൽ അറിവുണ്ടായാൽ മാത്രം പോരാ, വിഷയത്തിൽ ജ്ഞാനമുണ്ടായാൽ മാത്രം പോരാ, ഒരു സ്ട്രോങ് കമാൻഡ് ലാംഗ്വേജ് അവർക്ക് വേണം. മാത്രമല്ല കാര്യങ്ങളെ ബ്രീഫ്ലി, വളരെ ചുരുങ്ങിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും എളുപ്പത്തിൽ ആളുകളിലേക്ക് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുവാനും സാധിക്കുന്നൊരു കഴിവ് പ്രസൻറ്റേഴ്സിന്, അവതാരകർക്ക്, അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. ദർ ആർ 3 പ്രൈമറി സ്കിൽസ് ഇൻ ഗിവിങ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട് 3 പ്രാഥമികമായിട്ടുള്ള സ്കിൽസാണ് ഉള്ളത്. ഒന്നാമത്തേത് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. ഒന്നാമത്തേത് ഏതാണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ആദ്യമായിട്ട് വേണ്ടത്. വോയിസിൻ്റെ ടോണ്, പിച്ച്, വോളിയം എക്സെട്ര ഓൾ കോൺട്രിബ്യൂട്ട് എഫക്റ്റീവ് പ്രസൻറ്റേഷൻ. ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അവതരണത്തിന് ഒരാളുടെ വോയിസ് ടോണ്, പിച്ച്, വോളിയം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രാമറ്റിക്കൽ നോളജ് ആൻഡ് റിച്ച് വെക്കാബുലറി ആർ ഏബിൾ ടു എക്സ്പ്രസ് ദെയർ തോട്ട്സ്. ഗ്രാമറ്റിക്കലായിട്ടുള്ള, ഗ്രാമറുമായി ബന്ധപ്പെട്ട നോളജ്, അതുപോലെ റിച്ച് വൊക്കാബുലറി, നല്ല വൊക്കാബുലറി, പദശേഖരം ഒക്കെ കയ്യിലുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ കാര്യങ്ങളെ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതാണ് കണ്ടൻറ്റ്, ഉള്ളടക്കം. ദ എബിലിറ്റി ടു ഡെലിവർ കണ്ടൻറ്റ് ലോജിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് ഫ്ലോസ് ലോജിക്കലി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കണ്ടൻറ്റിനെ ലോജിക്കലായിട്ട് ഓർഗനൈസ് ചെയ്ത് ഫ്ലോ ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. പിന്നീട് പറയുന്നതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ ക്ലൂസ് സച്ച് ആസ് ടെക്സ്റ്റ്, പിക്ചേഴ്സ് ആൻഡ് നോൺ വെർബൽ ക്ലൂസ് സച്ച് ആസ് ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോൺടാക്റ്റ്
ഗസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് എക്സെട്ര ഹെൽപ്പ് ഓഡിയൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദി മെസ്സേജ്. വെർബലായിട്ടുള്ള ടെക്സ്റ്റ്, പിക്ചേഴ്സ്, അതുപോലെ നോൺ വെർബലായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷന്, ഐ കോണ്ടാക്റ്റിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഗസ്റ്റേഴ്സിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഓഡിയൻസിന് ഒരു മെസ്സേജിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്? എ ഗുഡ് ഓർഗനൈസേഷൻ ഷുഡ് ഓർഗനൈസ് ഇൻ ദി ഫോളോയിങ് വേ. ഒരു നല്ല എന്ത് ചെയ്യുന്നു പ്രസൻറ്റേഷനെ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ഓർഗനൈസ് ചെയ്യുവാൻ സാധിക്കും. അതിനൊന്നാമത്തെ ഘട്ടമായിട്ട് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്, ആമുഖമാണ്. രണ്ടാമത്തെ ബോഡി, മൂന്നാമത്തെ സമ്മറി, നാലാമത്തത് വിഷ്വൽ എയ്ഡ്സ് എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് തരംതിരിച്ചിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതുപോലെ ബോഡി, അതുപോലെ സമ്മറി, അതുപോലെ വിഷ്വൽ എയ്ഡ്സ് എന്ന് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അത് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് പ്രസൻറ്റേഷൻ ടെക്നിക്സ് ആണ്. എന്തെല്ലാമാണ് പ്രസൻറ്റേഷൻ ടെക്നിക്കുകളായിട്ട് പറയുന്നത്? ഒന്നാമത്തേതാണ് ഗാദർ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ഗാദർ ചെയ്യുക. നമ്മൾ പ്രസൻറ്റേഷൻ, ഒരു അവതരണം നടത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, റൈറ്റ് ഡൗൺ ദി മെയിൻ ഐഡിയ. ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി തയ്യാറാക്കുക, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ പ്രസൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. തേർഡ് വൺ, ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. ഒരു അവതരണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത്, ഇൻട്രൊഡക്ഷൻ, ആമുഖം എന്നുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൺക്ലൂഷനും ആവശ്യമാണ്. എന്ത് ചെയ്യുക, ഇതുവരെ പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്യുക, ഏറ്റവും ചുരുക്കിയിട്ട് പറയുന്നതാണ് കൺക്ലൂഷൻ, അതും ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രാക്ടീസ് ദ സ്പീച്ച്. പ്രാക്ടീസ് ദ സ്പീച്ച് aloud several times until speaker can confidently and comfortably transmit his message. It helps for proper modulation, volume, eye contact, etc. എന്ത് ചെയ്യുക, ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നതിന് മുന്നേ, ആ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യുക, ആളുകളിലേക്ക് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, അത് ഒരുപാട് തവണ പരിശീലിക്കുക, പറഞ്ഞ് പരിശീലിക്കുക. നമ്മൾ പ്രസംഗമൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, നമ്മൾ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ആ പരിപാടി ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഇവൻ്റ് എന്ത് ചെയ്യും, ഒരുപാട് തവണ പരിശീലിക്കില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഐ കോണ്ടാക്റ്റ്, പ്രോപ്പർ വോയിസ് മോഡുലേഷന്, വോളിയം ഒക്കെ എന്ത് ചെയ്യും, കിട്ടും. അടുത്തതാണ് ഡെലിവറി സ്റ്റൈൽ എന്നുള്ളത്. റീഡിംഗ് ഓഫ് മെറ്റീരിയൽ വിത്ത് ദ കമ്മ്യൂണിക്കേറ്റർ ഈസ് നോട്ട് കറക്റ്റ് മെത്തേഡ് ഫോർ പ്രോപ്പർ ഡെലിവറി. ഡ്രാമാറ്റിക് എക്സാമ്പിൾ, സ്റ്റോറീസ് ആൻഡ് ഹ്യൂമർ ടു ക്യാച്ച് അറ്റൻഷൻ. ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഒരു മെറ്റീരിയലിനെ വായിച്ചു പോവുക എന്നുള്ളത് അതൊരു നല്ല മെത്തേഡല്ല. കഥകളിലൂടെയും ഡ്രാമാറ്റിക്കായിട്ട് എക്സാമ്പിൾസിലൂടെയും ഹ്യൂമറിലൂടെയൊക്കെ എന്ത് ചെയ്യണം, ആളുകളുടെ ലിസണേഴ്സിൻ്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലിസണേഴ്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കഥകൾ പറയേണ്ടി വരും, ഡാൻസ് കളിക്കേണ്ടി വരും, ഹ്യൂമർ, തമാശകൾ പറയേണ്ടി വരും, ഡ്രാമാറ്റിക്കായിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു ആശയത്തെ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ലിസണേഴ്സിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ യൂസ് ഓഫ് ദി പോഡിയം. സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ പോഡിയം ഈസ് മോർ ഫോർമൽ, മൂവിങ് എവേ എസ്റ്റാബ്ലിഷ് മോർ ഫ്രണ്ട്ലിയർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രസംഗം നടക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു പോഡിയത്തിന് മുന്നിൽ നിന്നുകൊണ്ട്, ഒരു സ്റ്റാൻഡിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് പറയുന്ന രീതിയുണ്ട്. അത് ഔപചാരികമായിട്ടുള്ള ഒരു രീതിയാണ്. എന്നാൽ ആളുകളുടെ ഇടയിലേക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രസൻറ്റേഷൻ നടത്തുന്ന രീതിയാണ് ഏറ്റവും ഫ്രണ്ട്ലിയർ ആയിട്ടുള്ളത്. ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഏതാണ്? ആളുകളുടെ ഇടയിലേക്ക്, ലിസണേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിക്കുന്ന രീതിയാണ്. അല്ലാതെ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട്, ഒരു സ്റ്റാൻഡിൻ്റെ, ഒരു പോഡിയത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പറയുന്നതല്ല ഏറ്റവും നല്ല രീതിയായിട്ട് പറയുന്നത്. അടുത്തതാണ് ലെങ്ത് ഓഫ് ഡെലിവറി. ലെങ്ത് ഡിസൈഡഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ടു ലിമിറ്റ് ദ പ്രസൻറ്റേഷൻ വിത്തിൻ ദ ടൈം അലൗഡ്. നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള, നമുക്ക് നൽകിയിട്ടുള്ള ഒരു സമയമുണ്ടാകും ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നതിന്. ആ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുവാൻ എന്ത് ചെയ്യണം, ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, ഈ പ്രസൻറ്റേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്.
അതുപോലെ ഐ കോണ്ടാക്ട്. ഗുഡ് ഐ കോണ്ടാക്ട് ഈസ് എസെൻഷ്യൽ ടു ഗെറ്റ് ഓഡിയൻസ് അറ്റൻഷൻ. ഓഡിയൻസിൻ്റെ അറ്റൻഷൻ, ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഐ കോണ്ടാക്ട് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വോയിസ് ഈസ് നാച്ചുറൽ ആൻഡ് റിഫ്ലക്ട് ദ സ്പീക്കേഴ്സ് പേഴ്സണാലിറ്റി ആൻഡ് സിൻസിയറിറ്റി ഈസിലി ഹീറ്റഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വോയിസ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അത് സ്പീക്കറുടെ പേഴ്സണാലിറ്റിയും അയാളുടെ സിൻസിയറിറ്റിയും ഒക്കെ എന്ത് ചെയ്യും? തെളിയിക്കുന്ന അല്ലേ, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. സോ വോയിസ് അത്രത്തോളം എന്തായിരിക്കണം? ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ സ്പീക്ക് കാംലി, വളരെ കാമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം? സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ, Q&A സെഷൻ. ആൻസർ ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദി പ്രസൻറ്റേഷൻ ടു ദ ബെസ്റ്റ് ഓഫ് സ്പീക്കേഴ്സ് എബിലിറ്റി. ഒരു പ്രസൻറ്റേഷൻ, ഒരു അവതരണം കഴിഞ്ഞതിന് ശേഷം ആ അവതരണവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ ആ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ലിസണേഴ്സിന് അവർക്ക് അതിനുള്ള ആൻസർ പറയുന്ന ഒരു സിറ്റുവേഷൻ, പ്രസൻറ്റർക്ക് അതിന് ആൻസർ പറയാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അതാണ് പറയുന്നത്. അടുത്തതാണ് ഡിഫറൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ രീതി, എങ്ങനെയാണ് അവർ നിൽക്കുന്നത്, ഏത് രൂപത്തിലാണ് അവർ ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്താണ് പോസ്റ്റർ, ദ വേ ഇൻ വിച്ച് സം യൂഷ്വലി ഹോൾഡ് ദെയർ ഷോൾഡർ, നെക്ക് ആൻഡ് ബാക്ക് ഓർ പർട്ടിക്കുലർ പൊസിഷൻ വിച്ച് സമ്മൺ സ്റ്റാൻഡ്സ്, സിറ്റ് എക്സെട്ര. പോസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ അയാൾ ഇരിക്കുക, ഹോൾഡ് ചെയ്യുക, ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ദ വേ ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ടു ഓഡിയൻസ് ഇൻഡിക്കേറ്റ് ഹിസ് കോൺഫിഡൻസ് ലെവൽ ആൻഡ് കൺട്രോൾ. ഏത് രീതിയിലാണ് ഒരു പ്രസൻറ്റർ ഓഡിയൻസിനോട് ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അയാളുടെ കോൺഫിഡൻസ് ലെവലിനെയും കൺട്രോളിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ബ്രീത്ത് പ്രോപ്പർലി ആൻഡ് പ്രൊജക്ട് ദ വോയിസ് എഫക്റ്റീവ്ലി. ഇതെന്ത് ചെയ്യും? ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ബ്രീത്ത് ചെയ്യുവാനും അതുപോലെ അയാളുടെ വോയിസിനെ, പ്രസൻറ്ററുടെ വോയിസിനെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുവാനും സാധിക്കും. ഏറ്റവും നല്ല ഒരു പോസ്റ്റർ, ഏറ്റവും നല്ല ഒരു എന്താ പറയുക, ഒരു ആംഗ്യ രൂപം, രീതി പ്രസൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് എ ഫീൽ ഓഫ് ബോത്ത് അലേർട്ട് ആൻഡ് കംഫോർട്ടബിൾ. ഇറ്റ് ഹെൽപ്സ് ഡിക്രീസ് നെർവസ് ടെൻഷൻ ആൻഡ് മിനിമൈസ് ഡിസ്ട്രാക്റ്റീവ് മൂവ്മെൻറ്റ്. ടെൻഷന്, ഡിസ്ട്രാക്റ്റീവ് മൂവ്മെൻറ്റ് ഒക്കെ ഡിക്രീസ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? ഈ പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇനി പ്രധാനപ്പെട്ട പോസ്റ്റേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതാണ് സ്റ്റാൻഡിങ് പോസ്റ്റർ, നിന്നുകൊണ്ട് ഉള്ള അവതരണ രീതി, പ്രസൻറ്റ് ചെയ്യുന്ന രീതി. ഹൗ പീപ്പിൾ സ്റ്റാൻഡ് ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദെയർ മൈൻഡ് സെറ്റ്. വെൻ സ്പീക്കർ സ്റ്റാൻഡ് ഇൻ എ സ്ട്രോങ് ആൻഡ് സ്റ്റഡി പൊസിഷൻ വിത്ത് ഹിസ് ഫീൽ അബൌട്ട് എ ഷോൾഡർ വിത്ത് എ പാർട്ട്, ഇറ്റ് സിഗ്നൽസ് ഈ ഫീൽസ് ഇൻ കൺട്രോൾ. നേരെ നിന്നുകൊണ്ട് അല്ലേ, സ്പീക്കേഴ്സ് എന്ത് ചെയ്യുന്നു? വളരെ നേരെ നിന്നുകൊണ്ട് സ്റ്റഡി പൊസിഷനിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ അവരെന്ത് ചെയ്യുക? അവർക്ക് അവരെ കൺട്രോളിലാണ് എന്നാണത് അർത്ഥമാക്കുന്നത്. ഹാൻഡ്, റെസ്റ്റ് ദ ഹാൻഡ്സ് അറ്റ് ഹിസ് സൈഡ് വിത്ത് യുവർ ഫിംഗേഴ്സ് സ്ലൈറ്റ്ലി കേൾഡ് ഓർ വൺ ഹാൻഡ് വിത്ത് ദ അതർ, കീപ്പിംഗ് ബോത്ത് അറ്റ് നേവൽ ലെവൽ when not gesturing, or rest of your hand comfortably on the top of the podium. ഹാൻഡിന് റെസ്റ്റ് കൊടുക്കുക. കൈ എന്ത് ചെയ്യുക? ഒരു സ്ഥലത്ത്, ഒരു പ്രതലത്തിൽ എന്ത് ചെയ്യുക? കൈയിനെ വെക്കുക, ഒരു റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ രണ്ട് കൈകളെയും എന്ത് ചെയ്യുക? ഒരു പോഡിയത്തിലോ അത്തരത്തിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അത് മറ്റൊരു ഇതായിട്ടാണ് പറയുന്നത്. അതുപോലെ ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ, ഗസ്റ്ററിങ് ആസ് ഇഫ് യു വർ ഹോൾഡിങ് ബാസ്കറ്റ് ബോൾ between your hand is an indicator of confidence and control. ഒരു ബാസ്കറ്റ് ബോൾ ഹോൾഡ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു? ഉള്ളൊരു ഗെസ്റ്ററാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അത് ഒരു കോൺഫിഡൻസിൻ്റെയും കൺട്രോളിൻ്റെയും ഇത് കാണിക്കുന്നതാണ്. അതുപോലെ പാം അപ്പ്, ദിസ് ഗെസ്റ്റർ ഇൻഡിക്കേറ്റ് ഓപ്പൺനെസ് ആൻഡ് ഹോണസ്റ്റി. ഓപ്പൺനെസ്സും ഹോണസ്റ്റിയും കാണിക്കുന്നതാണെന്ത്? പാം അപ്പ് എന്നുള്ളത്. നമ്മളെപ്പോഴും പാം, കൈയിൻ്റെ ഭാഗം അല്ലേ, പുറം വെള്ളയായിട്ടുള്ള ഭാഗം കാണിക്കുന്നത്. അതുപോലെ പാം ഡൗൺ, ഇറ്റ്സ് സൈൻ ഓഫ് സ്ട്രെങ്ത്, അതോറിറ്റി ആൻഡ് അസേർട്ടീവ്നെസ്. അതുപോലെ തന്നെ സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ്, ഇറ്റ് ഈസ് വെൻ ഓൾ 5 ഫിംഗർ ടിപ്സ് ഓൺ വൺ ഹാൻഡ് ടച്ച് ദ 5 ഫിംഗർ ടിപ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് ഹാൻഡ്.
ഇറ്റ് ഗിവ്സ് മച്ച് കോൺഫിഡൻസ്. സ്റ്റീപ്പിൾ ദി ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഒരു വിരലിലെ ഒരു കയ്യിലെ 5 വിരലുകൾ മറ്റൊരു കയ്യിലെ 5 വിരലുകൾ തമ്മിൽ കൂട്ടുന്ന, ജോയിൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, അതും കോൺഫിഡൻസ് നൽകുന്ന ഒരു ഗെസ്റ്ററാണ്, ഒരു പോസ്ചറാണ്, ഒരു നിൽപ്പാണ്. ചേഞ്ച് ദ പൊസിഷൻ ഫ്രീക്വൻലി. ഡു നോട്ട് മെയിൻറ്റെയിൻ ദി സെയിം പൊസിഷൻ ത്രൂ ഔട്ട് എ പ്രസൻറ്റേഷൻ. അങ്ങനെയും സംഭവിക്കാം. ഒരേ പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യുക, ഒരാൾ നിൽക്കാതെ എന്ത് ചെയ്യുക, ഒരു പ്രസൻറ്റേഷനിൽ എന്ത് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനിലേക്ക് ഇങ്ങനെ മാറുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതും ഒരു പോസ്റ്ററായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പ്രധാനമായിട്ടും പറയുവാനുള്ളത്. സോ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.